മനസ്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4:17. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സെബൂലൂനിൻ്റെയും നഫ്താലിയുടെയും നാട്ടിൽ ഉദയം ചെയ്ത ആ വലിയ പ്രകാശത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന്മേൽ ഉദിച്ച ആ ദിവ്യ ജ്യോതിസ് ഇന്ന് നമ്മുടെ ഹൃദയവാതിലുകളിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൗകിക സുഖങ്ങളിലും പാപത്തിൻ്റെ ഇരുട്ടിലും വഴിതെറ്റി അലയുന്ന ആധുനിക ലോകത്ത് മനസ്തപിക്കുവീൻ എന്ന കർത്താവിൻ്റെ വിളിക്ക് വലിയ പ്രസക്തിയുണ്ട്. വിശുദ്ധ അഗസ്റ്റീൻ പുണ്യവാൻ പഠിപ്പിക്കുന്നത് പോലെ, നീ നിന്നെ തന്നെ വെറുക്കുമ്പോൾ നീ ദൈവത്തോട് ഒന്നിക്കുന്നു. നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും അംഗീകരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വിടുതൽ സാധ്യമാകുന്നത്. ഈശോ ഗലീലയിലുടനീളം സഞ്ചരിച്ച് രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ആത്മീയവും മാനസികവുമായ മുറിവുകളെ സുഖപ്പെടുത്താൻ അവിടുന്ന് ഇന്നും സന്നദ്ധനാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങേണ്ടത് ഭയത്തോടെയല്ല, മറിച്ച് പ്രത്യാശയോടെയും ഒരുക്കമുള്ള ഹൃദയത്തോടെയുമാണ്. ലോകം നൽകുന്ന നശ്വരമായ ആകർഷണങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വരാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഇരുൾ നിറഞ്ഞ കോണുകളിലേക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചം കടന്നു ചെല്ലട്ടെ. കർത്താവ് പഠിപ്പിച്ച സ്വർഗരാജ്യം കേവലം അകലെയുള്ള ഒരു ലക്ഷ്യമല്ല, പ്രത്യുത അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആരംഭിക്കേണ്ട ഒരു കാര്യമാണ്. മനോഹരമായ ഒരു കർത്തവ്യമാണ്. നിരാശയുടെയും വേദനയുടെയും നിമിഷങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന അവിടുത്തെ വാഗ്ദാനം നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം പകരട്ടെ. അനുതാപത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായി കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനത്തിനായി നമുക്കോരോരുത്തർക്കും ഒരുങ്ങാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി ജ്വലിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.